ഇന്നൊരു അനുഭവം പങ്കുവയ്ക്കാം. വളരെ റീസെന്റ് ആയിട്ട് ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങളുടെ PG കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു കോഴ്സ് വൈവയ്ക്ക് പോവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഓക്കെ, അപ്പൊ അന്നേരം ഒരു കുഞ്ഞ് അത് എന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. നമ്മള് ആസ് യൂഷ്വൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെയൊക്കെ അറ്റത്ത് നമുക്ക് കാണാം എന്തൊക്കെയോ കാണാതെ പഠിച്ച് പറയുന്ന ഒരു കുഞ്ഞാണ്. അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അവളുടെ ആ പ്രകടനത്തിൽ കാണാം. ഓക്കെ, അവസാനം ഈ കോഴ്സ് 5 ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ അവളോട് ചോദിച്ചു, ഇനി മോളുടെ പ്ലാൻ എന്താ, ഇനി മുന്നോട്ട് മോൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, എനിക്കറിയില്ല മിസ്സേ, ഇനി അങ്ങോട്ട് എന്താ ചെയ്യണ്ടേന്നോ എന്തിലേക്കാ തിരിയണ്ടെന്നോ എനിക്ക് എന്താ വേണ്ടതെന്നോ എനിക്കറിയില്ല. 23-24 വയസ്സുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അവൾക്ക് ഇപ്പോഴും ജീവിതത്തിൽ എന്താവണമെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ കാഷ്വൽ ആയിട്ടുള്ള പിന്നെയും കുറെ സംസാരങ്ങൾക്കിടയിൽ അവൾ പറഞ്ഞു, എനിക്ക് നഴ്സിംഗിന് പോകാനായിരുന്നു ഇഷ്ടം മിസ്സേ, പക്ഷെ വീട്ടുകാരനുവദിച്ചില്ല, മാതാപിതാക്കൾ അനുവദിച്ചില്ല, അവർക്ക് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നതായിരുന്നു ഇഷ്ടം. ശരിക്കും കഷ്ടം തോന്നി. 24-25 വയസ്സായിട്ടും അവളുടെ മുന്നിൽ ഇനി ഇരുട്ടാണ്. ഇനി അവൾക്ക് ഈ ചെയ്ത കോഴ്സിനെ സംബന്ധിച്ച് ഒരു ജോലി കിട്ടിയാൽ പോലും അവൾ അതിൽ എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഇത് പറഞ്ഞതിനൊരു കാര്യമുണ്ട്. എല്ലാ മാതാപിതാക്കളോടും ഒരേ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളുടെ ചിറകുകളുണ്ട്, അതറിയുന്നവരാവരുത് നമ്മൾ. അവരുടെ സ്വപ്നങ്ങളോടൊപ്പം നിന്ന് സ്വപ്നവിഹായസിലേക്ക് പറക്കാൻ അവരെ സഹായിക്കേണ്ടവരാണ് നമ്മളാകേണ്ടത്. നിങ്ങളുടെ പാരന്റിങ്ങിന്റെ ഒരു വിജയം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നിങ്ങളുടെ മക്കൾ. അവര് ജയിച്ചാൽ ഞാൻ ജയിച്ചു, അവര് പരാജയപ്പെട്ടാൽ അതെന്തെന്തോ മിസ്റ്റേക്ക്, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അവരും ഇൻഡിവിജ്വൽസ് ആണ്, മറ്റൊരു വ്യക്തിയാണ്. അവരെ അംഗീകരിക്കുക. അവരുടെ കുറെ കുറവുകൾ ഉണ്ടാവും നമ്മളുടെ മക്കൾക്ക്, നമുക്കും കുറവുകളില്ലേ. ആ കുറവുകളോടെ അവരെ അംഗീകരിക്കുക. അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഒന്ന് നിൽക്കുക. അവര് പറന്നുയരുന്നത് കണ്ട് അഭിമാനിച്ചോളും, സന്തോഷിച്ചോളും. നമ്മളുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നങ്ങളും കൂട്ടിയണക്കാൻ ഒരിക്കലും നോക്കരുത്. അവരും പറന്നുയരട്ടെ, അല്ലെ?